ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഡേ 4 ആണ് 30 ഡേയ്സിൽ. പിന്നെ എന്നത്തെ പോലെ നമ്മൾ എന്നും വെയിറ്റ് ചെക്ക് ചെയ്ത് അങ്ങനെ മടുപ്പ് കാണിക്കണില്ല. കാരണം ഇന്നലെ തന്നെ മിജോ വണ്ടിയിലിരുന്ന് പറഞ്ഞു 1 kg 2 kg ഒന്നും 2 ഡേയ്സിനുള്ളിൽ കുറയില്ല എന്നുള്ളത്. അതും മിഷൻ്റെ എററാന്നാ പറയണത്. അപ്പോൾ ഞാൻ എന്നും വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ കുറവ് ഇങ്ങനെ വരുന്നു എന്നുള്ളത് കാണിക്കണില്ല. ഇനി ഒരു 7 ഡേയ്സ് നോക്കി ഒരു 7 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയുണ്ട് കുറഞ്ഞോ എന്നുള്ളത് നോക്കാം. അപ്പം ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ 4th ഡേ പ്ലസ് ഞാനിന്ന് ക്ലീനിങ് എന്താണ് ഫുഡ് ഉണ്ടാക്കണത് ഹെച്ചുമാ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്താണ് ഉണ്ടാക്കണത്, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ലഞ്ച് എന്താണ്, അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും സമ്മതിക്കാത്ത 2 പേരുണ്ട്. അതിൻ്റെ ഇടയിൽ ഏറ്റവും ചെറിയ കുട്ടിയുണ്ട്, ഒരു മിജോ എന്ന് പറയണത്. ഈ 3 എണ്ണം കൂടിയിട്ടാണ് ഇപ്പോഴും എൻ്റെ ലോങ് വീഡിയോസ് ആയാലും ഷോർട്ട് വീഡിയോസിലായാലും നമുക്ക് മീൻസ് ഓൺ ദി സ്പോട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ 3 എണ്ണം ഞാൻ കാണിച്ചു തരാം. കണ്ട അപ്പ മക്കള് 3 എണ്ണം കണക്ക. ഹായ് ഗായ്സ്, ഹായ് പറഞ്ഞേ. ആജു ഹായ് പറഞ്ഞാജു, ഹായ് പറഞ്ഞാജു. ഹലോ ഹായ് ഹെജുമ, ഹായ് പറഞ്ഞ ഹെജുമ. ഹായ്. നമുക്ക് മറ്റേ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞാനത് ഇപ്പൊ തന്നെ ഇതിൽ ഈ വീഡിയോസിൽ കാണിക്കട്ടെ. 2-3 നല്ല ഫോട്ടോസ് എടുത്തിട്ട് സ്നെഗിപ്പുറത്തിൽ ഇങ്ങനെയൊന്ന് കാണിക്കാം. ഇന്ന് ഫുള്ള് കബഡ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. എല്ലാ മാസം 2 തവണയെങ്കിലും ഞാനും മിജോനും കൂടിയിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മുടെ പൊട്ടറ്റോസ് ഉറങ്ങിയെടുക്കുമ്പോഴാണ് എന്റെ ഈ പരിപാടികൾ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പാല് കൊടുത്തിട്ട് നേരത്തെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് വരുന്നത് ഇത്തിരി ഡിലേഡ് ആണിത്, കാരണം നമ്മുടെ ബേബീസ് ഉള്ളതുകൊണ്ട് എഡിറ്റിംഗിലേക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇനി മുതൽ നമ്മുടെ ലോങ് വീഡിയോസ് വീക്ക്ലി 2 ടൈംസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേയ്സിന്റെ ചലഞ്ച് 3 days 4 days കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇടുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞു. ഇനി കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹോൾ മീൽ എഗ് റാപ്പ് ആണ് ഉണ്ടാക്കാൻ പോണത്. ക്യാരറ്റ് അരിയാനുള്ള മടിക്കാണ് ഞാൻ ഈ പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനൊരു 3 എഗ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇത്തിരി ബട്ടറാണ്. ഇപ്പൊ നമ്മൾ പ്രസന്റ്ലി ചെയ്യുന്നത് നമ്മുടെ റാപ്പിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും ക്യാരറ്റും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് ഇനി സോൾട്ടോ പെപ്പറോ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണ ഹോൾമീൽ റാപ്പ്. അങ്ങനെ നമ്മുടെ റാപ്പിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് സബോളയും ഇടാം. പിന്നെ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് കാണുമ്പോൾ തന്നെ ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. ആ ഡ്രൈനെസ് ഒന്ന് മാറ്റാനായിട്ട് കുറച്ച് ബർഗർ സോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഈ റാപ്പ് റോൾ ചെയ്യാനായിട്ടുള്ളതാണ് ടാസ്ക്. പിന്നെ എനിക്ക് തന്നെയാണല്ലേ അങ്ങനെ ഭംഗിയൊന്നും നോക്കാനായിട്ട് നിന്നില്ല. എന്തൊക്കെയോ കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മടക്കിയെടുത്തു. ഷിപ്പ് കൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റാപ്പ്. കുറച്ചും കൂടി എക്സ്പ്രഷൻ ഇടാനുണ്ട്, പക്ഷെ നമ്മുടെ ബേബീസ് എനിക്കുമ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു തീർക്കണേ. അതുകൊണ്ടാണ് ഇത്ര ആർത്തി പിടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പറയേണ്ട താമസം നമ്മുടെ ബേബീസിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇനി അവർ ഉറക്കിയിട്ട് ബാക്കി വീഡിയോ കാണാം. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബേബീസ് ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ലോങ് വീഡിയോയിൽ ചെയ്ത ഒരു ഗോതമ്പിന്റെ വെള്ളപ്പത്തിന്റെ റെസിപ്പി ഉണ്ടായിരുന്നു. നമ്മളപ്പോ ഫിഷ് കറി ബാക്കിയുള്ളതുകൊണ്ട് ഇന്നും ആ വെള്ളപ്പം തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോ റെസിപ്പി ഇതാണ്: 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/2 ഗ്ലാസ് റവ, പിന്നെ 1 സ്പൂൺ മൈദ. വെള്ളപ്പത്തിൽ ശരിക്കും നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാം. ഞാൻ പക്ഷെ ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതിൽ നമ്മൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ്. പിന്നെ ഇവിടെ ചോറിന് പകരം ഞാൻ വെള്ളവില് നനച്ചതാട്ടോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളപ്പം ബാറ്റർ റെഡിയായി. ഇവിടെ ഇപ്പൊ സമ്മറാണ്, എന്നിരുന്നാലും ഈ ബാറ്റർ പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ ഒരു കാര്യമാണ്, നമ്മുടെ ഓവനില്ലേ അതൊന്ന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ആ ബാറ്റർ അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കും. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ ബാറ്റർ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വെള്ളപ്പച്ചട്ടിയിൽ മാവ് ഒഴിക്കുക, കറക്കിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള ഗോതമ്പിന്റെ വെള്ളപ്പം റെഡിയാണ്. വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇനി പറയണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ ലഞ്ച് വെള്ളപ്പം മീൻകറിയാണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചെന്നില്ലേ. ആക്ച്വലി ഇതുണ്ടോന്ന് എന്താ പറയാ, യൂട്യൂബിൽ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാ കേട്ടോ. പിന്നത്തെ ഒരു കാര്യം, ഈസിയാണ്. ഒരു കുറേ അവേഴ്സോ 1 hour മാക്സിമം, നല്ല ചൂടുള്ള ടൈം ആണെങ്കിൽ ഒരു 1 hour അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 2. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ലഞ്ച് വെള്ളപ്പം തോന്നുന്നുണ്ടോ?
ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ്. വെറൈറ്റി ടേസ്റ്റ് ആണോ വെള്ളപ്പത്തിന്റെ ടേസ്റ്റ് ആണോ? ഇതിന്റെ ടേസ്റ്റ് എന്തായാലും അരിമാവുകൊണ്ട് ഉണ്ടാക്കണ പോലെ വരില്ല. അരിമാവുകൊണ്ട് ഉണ്ടാക്കുന്ന പോലെ വരില്ല, പക്ഷെ വെള്ളപ്പം പോലെ തോന്നുന്നില്ലേ? തോന്നും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ ഡെയിലി വ്ളോഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയ്ക്ക് പതുക്കെ സംസാരിക്കുന്നത് നമ്മുടെ ബേബീസ് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ രാത്രിയായി, ഫ്രഷപ്പായി, സ്കിൻ കെയർ എല്ലാതും കഴിഞ്ഞു എന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെയിലി റൂട്ടീനായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. ഞാൻ ജിമ്മിൻ്റെ എക്സസൈസസിൻ്റെ വീഡിയോ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, യൂഷ്വലായിട്ട് ഇന്നും അത് പോസ്റ്റ് ചെയ്യണതൊരു ബോറിംഗ് അല്ലേ. ഇപ്പോൾ റെസിപ്പീസ് ആണ് ചെയ്യുന്ന കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തോളൂ എല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. സോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇനി നാളെ കാണാം. ബൈ ഗായ്സ്, ബൈ ബൈ.